പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വാസവനാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ വാസവൻ്റെ ഭാര്യ പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല, നമ്മുടെ വരുണിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആരാ എന്ന് വാസവൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ശങ്കരനാരായണ വക്കീലിൻ്റെ മോള്. ഓ, ആ വിക്രം ഗുണ്ടയുടെ ഭാര്യയുടെ അനിയത്തി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവരുടെ ബന്ധം നടത്തി കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. വാസവനൊന്നും മിണ്ടുന്നില്ല. എന്താ, അങ്ങനെങ്കിലും അവൻ നന്നാവുമെങ്കിൽ നന്നാവട്ടെ, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാണ്. എൻ്റെ എതിരെ നിൽക്കുന്ന പാർട്ടിയുടെ ഗുണ്ടയുടെ അനിയത്തി, അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ വരുണെന്ന് പറയുന്ന എൻ്റെ മകൻ അവളെ തിരഞ്ഞെടുത്തത് എന്താലോചിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അപ്പം വരുണിൻ്റെ അമ്മ പറയാണ്, എന്തായാലും അവനിപ്പം നന്നായിട്ട് മാറ്റമുണ്ട്. ഞാൻ അവനോട് സംസാരിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം വേദ ഇവിടെ വന്നായിരുന്നു. വേദ ഈ കാര്യത്തെക്കുറിച്ച് അവനോട് നേരിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ വാസു ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവനോട് നേരിട്ട് ചോദിച്ചപ്പം അവൻ പറയുന്നത് അവനും ആ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം സത്യസന്ധമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പഴയ തെറ്റുകളിലേക്കൊന്നും ഇനി പോവാൻ അവന് താല്പര്യമില്ലെന്നൊക്കെയാണ് പറയുന്നത്. അവൻ മാറി ചിന്തിക്കാനുള്ള തോന്നലൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബന്ധം നടത്തി കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാസവൻ ഒന്നും മിണ്ടായിരിക്കുന്നത്. അപ്പം വാസവൻ്റെ ഭാര്യ ചോദിക്കുന്നത്, എന്താ ഒന്നും മിണ്ടാത്തത്? നമുക്ക് നോക്കാം, ആലോചിക്കേണ്ട കാര്യമാണെന്ന് വാസവൻ പറഞ്ഞിട്ട് എണീച്ച് പോവുകയാണ്. അപ്പോൾ വരുണിൻ്റെ അമ്മ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. സമയത്താണെങ്കിൽ വീട്ടിലെ വേദയും വിക്രമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദ പറയാണ്, നിങ്ങളാണെങ്കിൽ അയ്യപ്പനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങ് മുന്നോട്ട് പോകണം, പഴയ ജീവിതത്തിലേക്ക് ഇനി പോവല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് അതിൽ നിന്നും വിട്ടു വരാൻ പറ്റത്തില്ല. അല്ലെങ്കിലും ശ്രീനി സാറിനെ കളഞ്ഞിട്ട് ഞാൻ ഒരു പണിക്കും ഇല്ല എന്ന് പറയാണ്. നിങ്ങളെ ആ സമയത്ത് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം മാലയിട്ട സമയത്തും ഓരോരുത്തർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത് എന്ന് വേദ പറയാണ്. അതാ, ഇനി ഞാൻ നന്നായാലും വലിയ കാര്യമൊന്നുമില്ല, നന്നായാലും ഓരോരുത്തർ എന്നെ തേടി പിടിച്ച് വരും എന്ന് പറയാണ്. അത് നമ്മുടെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ പതിയെ അതൊക്കെ ഇല്ലാതാവും എന്ന് വേദ പറയുകയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴെങ്കിലും ഉള്ള സമയത്ത് ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അപ്പം വിക്രം ചോദിക്കണം, അതെങ്ങനെ നീ നോക്കുന്നത്? ആരെങ്കിലും ആക്രമിക്കാൻ വന്നാണെങ്കിൽ നിങ്ങളെ ഞാൻ പൊതിഞ്ഞ് പിടിച്ചോളാം, നിങ്ങളെ ഞാൻ അങ്ങ് ചുറ്റി പിടിച്ചോളാം. അപ്പം ആരും നിങ്ങളുടെ ദേഹത്തേക്ക് ഒന്നും നിങ്ങളുടെ ദേഹത്തേക്ക് പറ്റത്തില്ല, പറ്റിയാൽ എൻ്റെ ദേഹത്തേക്കേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഓഹോ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഞാനുണ്ടെങ്കിൽ നിങ്ങളെ ആരും ആക്രമിക്കത്തില്ല എന്ന് പറയാണ്. അത് കാരണം നിനക്ക് ആപത്തുണ്ടാകത്തില്ലേ? അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടിയാകുമ്പം എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കൊരു വിഷമമില്ലെന്ന് വേദ പറയുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് വേദ ചോദിക്കുന്നത്. ഒന്നുമില്ല, നീയാണെങ്കിൽ എന്നെ ഏതൊക്കെ രീതിയിലാണ് നന്നാക്കാൻ നോക്കുന്നത് എന്ന് ആലോചിച്ച് പോയതാണെന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾ നന്നാവുന്നില്ലല്ലോ, ഇത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ശ്രീനിവാസ് സാറിൻ്റെ അടുത്തോട്ട് പോകുന്നില്ലേ നിങ്ങൾ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് വേദിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ശങ്കരനാരായണനാണ്. എന്താ വെച്ചാൽ ഈ രാത്രി വിളിച്ചത്? അല്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അത് മതി, നാളെ തന്നെ എനിക്ക് നിന്നെ കാണണം എന്ന് പറയുകയാണ് വേദയെടുത്ത്. അങ്ങനെ വേദ പറഞ്ഞാൽ ശരി അച്ഛൻ, ഞാൻ നാളെ കാണാൻ വരാം എന്ന് പറയാണ്. വേദ ഇങ്ങനെ ഫോണും വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കണേ, എന്താ? അല്ല, അച്ഛനെ വിളിച്ചത്. അച്ഛൻ എന്താ പറഞ്ഞത്? എന്നെ കാണണമെന്ന്. നീ ദീപ്തിയുടെ കാര്യം കാണും അച്ഛൻ അറിഞ്ഞു കാണുമോ? അത് എനിക്കറിയാവുന്ന അച്ഛൻ അറിഞ്ഞു കാണും. ഞാൻ അതിനെക്കുറിച്ച് കാണാൻ ചോദിക്കാനായിരിക്കുമോ എന്ന് വേദ വിക്രമനോട് പറയാണ്. എന്തായാലും നീ പോയിട്ട് വാ, അന്നേരം അറിയാലോ കാര്യം എന്താണെന്ന്, ഉള്ള കാര്യം അറിയാലോ എന്ന് വിക്രം പറയുകയാണ്. വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശങ്കരനാരായണൻ്റെ അടുത്താണെങ്കിൽ ശ്രീകാന്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വിക്രമും കൂടെ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. വിക്രമാണ് ഇതിന് പിന്നിൽ. വിക്രമും വരുണും കൂടെ ചേർന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേദയ്ക്കും അറിയാവോ എന്ന് അറിയത്തില്ല എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് ശങ്കരനാരായണൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ മനസ്സിലായല്ലോ, ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് അവനെ കണ്ടുകൂടാത്തതും ഞാൻ അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നതെന്നൊക്കെയാണ് ശ്രീകാന്ത് ന്യായം പറയുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ പിറ്റേന്ന് ശങ്കരനാരായണനെ കാണാൻ ചെല്ലുകയാണ്. ശങ്കരനാരായണനാണെങ്കിൽ വേദയെ കാത്തു നിൽക്കുകയാണ്.
അപ്പം വേദ ചോദിക്കണേ എന്താ അച്ഛാ വന്നത്, അത് നീ ദീപ്തിയുടെ കാര്യം നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ അറിഞ്ഞായിരുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഞാൻ അവളോട് ചോദിക്കുകയും ചോദിച്ചപ്പം അവൾ ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അച്ഛനോട് ഇത് ആര് പറഞ്ഞു? അതാരെങ്കിലും ആകട്ടെ, അവൾ എന്നോടും പറഞ്ഞത് അത് തന്നെയാണ്. അവൾ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറത്തില്ല എന്ന് തന്നെയാണ് എന്നോടും പറഞ്ഞത്. എൻ്റെ മൂത്ത മോളുടെ ജീവിതം ഇങ്ങനായി, ഇളയാളുടെ ജീവിതവും കൂടെ ഇനി നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ നിൻ്റെ ഭർത്താവുണ്ടല്ലോ വിക്രം, അവനും കൂടെ ഇതിനകത്ത് കൂട്ടുപങ്കുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അവൻ വരുണും കൂടെ ചേർന്ന് എൻ്റെ കുടുംബം നശിപ്പിക്കാനാണ് തുനിഞ്ഞിറങ്ങിയേക്കെങ്കിൽ നീ ഈ കാണുന്ന പണിക്കത്ത് ശങ്കരനാരായണന് വേറൊരു മുഖമുണ്ട്. അത് എന്നെ കൊണ്ട് എടുപ്പിക്കലെന്ന് നീ നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാണ്. അച്ഛാ, വിക്രം ഒന്നും ചെയ്തില്ല. വിക്രമാണെങ്കിൽ ഈ കാര്യത്തിൽ ദീപ്തിയുടെ സൈഡ് പോലും നിൽക്കുന്നില്ല. പിന്നെന്തുവാ എന്ന് ചോദിക്കണം. അപ്പം ശങ്കരനാരായണൻ പറയാണ്, എന്തുവായാലും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. നിൻ്റെ അറിവോടെയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനാണെങ്കിൽ തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിലാക്കിക്കോണം, എനിക്ക് വേറൊരു മുഖമുണ്ട്. അത് എന്നെക്കൊണ്ട് ആരും എടുപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ശങ്കരനാരായണൻ അങ്ങ് പോവുകയാണ്. ശങ്കരനാരായണൻ്റെ അടുത്ത് എന്ത് പറയാൻ വേദ നോക്കിയിട്ടും അയാൾക്ക് അച്ഛൻ കേൾക്കുന്നില്ലെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വേദയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്നുണ്ട്. വേദ എങ്ങനെ അച്ഛൻ പോകുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്.